ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1982 മുതൽ 91 വരെ കാലഘട്ടത്തിൽ അച്ചടിക്കപ്പെട്ട ₹1 നാണയങ്ങളുടെ വിലവിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1982 ബോംബെയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു നാണയം നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ വെരി ഫൈൻ കണ്ടീഷനിൽ 18,000 രൂപയും എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 30,000 രൂപയും ലഭിക്കുന്ന നാണയമാണ്. UNC കണ്ടീഷനിലാണെങ്കിൽ അതുവരെ വിറ്റഴിക്കപ്പെട്ടിട്ടില്ല, അതിനൊരു വില രേഖപ്പെടുത്തിയിട്ടില്ല. 1983 ഹൈദരാബാദിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാണയം നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ അത് വിലമതിക്കാനാവാത്ത ഒന്നാണ്. ഇതുവരെ വിറ്റഴിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ ബുക്ക് കാണിക്കുന്നത്. എക്സ്ട്രീംലി റെയറാണ്. 1984 ഹൈദരാബാദ് മിൻറ്റ് കോയിൻ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ 50 രൂപ മുതൽ 400 രൂപ വരെ വില ലഭിക്കുന്ന നാണയമാണ്. 1986 ഹൈദരാബാദിൽ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ള നാണയമുണ്ടെങ്കിൽ 100 രൂപ മുതൽ 1000 രൂപ വരെ വില ലഭിക്കുന്ന നാണയമാണ്. 1987 ഹൈദരാബാദിൽ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ള നാണയമാണെങ്കിൽ 10 രൂപ മുതൽ 300 രൂപ വരെ വില ലഭിക്കുന്ന നാണയമാണ്. 1988 ഹൈദരാബാദിൽ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ള നാണയങ്ങൾക്ക് 10 രൂപ മുതൽ 100 രൂപ വരെയും, നോയിഡയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയങ്ങൾ 300 രൂപ മുതൽ 2000 രൂപ വരെയും വില ലഭിക്കുന്നതാണ്. റെയർ കാറ്റഗറി പെടുന്നതാണ്. 1989 ഹൈദരാബാദിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയം കൈവശമുണ്ടെങ്കിൽ 10 രൂപ മുതൽ 50 രൂപ വരെ വില ലഭിക്കുന്ന നാണയമാണ്. അതേസമയം നോയിഡയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയമാണ് കയ്യിലുള്ളതെങ്കിൽ 50 രൂപ മുതൽ 100 രൂപ വരെ വില ലഭിക്കുന്ന നാണയങ്ങളാണ്. 1990 നോയിഡയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയം നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ 50 രൂപ മുതൽ 200 രൂപ വരെ വില ലഭിക്കുന്ന നാണയമാണ്. 1991 നോയിഡയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടുള്ള നാണയം ഉണ്ടെങ്കിൽ 10,000 രൂപ മുതൽ തുടങ്ങി 80,000 രൂപ വരെ വില ലഭിക്കുന്ന നാണയമാണ്. റെയർ കാറ്റഗറിയിലും എക്സ്ട്രീംലി റെയർ കാറ്റഗറിയിലും പെടുന്ന നാണയങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഉടനെ വിൽക്കരുത്. അത് ഓരോ വർഷം കഴിയുന്തോറും ചിലപ്പോൾ ഇരട്ടി വിലയിലായിരിക്കും ചെന്ന് നിൽക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.